അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനി ഒരു 3 മണിക്കൂർ നമ്മൾ ഈ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ല ഇടമെന്ന് പറയുന്നത് എയർപോർട്ട് ലോഞ്ച് എടുക്കുക എന്നുള്ളതാണ്. അപ്പം അബുദാബിയിലെ എയർപോർട്ട് ലോഞ്ച് എന്ന് പറയുന്നത് പേൾ ലോഞ്ചാണ്. പേൾ ലോഞ്ചിലേക്ക് ഞങ്ങൾ കണ്ടുപിടിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആക്സസ് ആണ് ലോഞ്ചിലേക്ക്. പല ക്രെഡിറ്റ് കാർഡുകളും അങ്ങനെ ഒരു ഓഫർ തരുന്നുണ്ട് എല്ലാവർക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകളിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസിബിൾ ആണോ എന്നുള്ളത്. അപ്പം നമുക്ക് അവൈലബിൾ ആയിരുന്നു. സോ ഞങ്ങൾ നേരെ കയറി. ഇതാണ് അബുദാബിയിലുള്ള പേൾ ലോഞ്ച് എയർപോർട്ടിനകത്തുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാപ്പി എടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കാപ്പി കുടിച്ചിട്ട് കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം കാപ്പിക്കുള്ളൊരു ബ്രേക്ക്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. ഇത് വളരെ വലിയൊരു എയർപോർട്ട് ലോഞ്ചൊന്നുമല്ല. ദുബായ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ വളരെ ചെറിയൊരു എയർപോർട്ട് ലോഞ്ചാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ദുബായ് ഞാൻ കയറിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു എയർപോർട്ട് ലോഞ്ചാണ് അബുദാബിയിലേത്. ഞാൻ കുറച്ച് ബ്രെഡ്, കപ്പ് കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതെടുത്തു. പക്ഷെ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആ സമയത്താണ് ഒരു ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. നമ്മുടെ സ്വന്തം ഉപ്പുമാവ്. വേറൊരു രാജ്യത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു ഡിഷ് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഇവിടെ സെർവ് ചെയ്യുന്നെന്നുള്ള കാര്യം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു കഴിക്കാൻ വേണ്ടി.